ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയുടെയും ഗൗതമിൻ്റെയും ഫോട്ടോസ് ഒരു മാഗസിനിൽ വരികയാണ്. അപ്പോൾ അതിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് യാമിനിയുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ യാമിനി സന്തോഷത്തോടു കൂടി അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇക്കാര്യം പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അവരെല്ലാവരും തിടുക്കപ്പെട്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് കേട്ടോ. ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് വസുന്ധര വരികയാണ് താഴേക്ക്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഇത്രയധികം ബഹളം, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് അന്ന് ഗൗതമിൻ്റെയും നിധിയുടെയും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ, അതിൽ അവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, അതിത്ര വായിക്കാൻ എന്തിരിക്കുന്നു, ഇപ്പോഴും ഏട്ടത്തിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ, എൻ്റെ ഗൗതം എന്നെക്കുറിച്ചാണ് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, ഗൗതമിൻ്റെ ഈ വളർച്ചയുടെ പിറകിൽ ഗൗതം ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയതും എല്ലാം കാരണക്കാരി ഞാൻ തന്നെയാണെന്ന് ഗൗതം പലതവണ പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയായിട്ട് ഗൗതം അതൊന്നും മാറ്റി പറയാനും പോകുന്നില്ല, അതുതന്നെയായിരിക്കും മാഗസിനിലും എഴുതി വന്നിട്ടുണ്ടാവുക എന്ന് പറയട്ടോ. ആ സമയത്ത് പാറുവും ഗോപിനാഥും പ്രണവും യാമിനിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പാറു എന്നാലും അത് വായിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് വായിക്കാൻ ഒരുങ്ങിയതാണ് വസു എന്ന് പറയുമ്പോൾ, എങ്കിൽ ഏട്ടത്തി അത് വായിച്ചു നോക്ക്, ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക, അതാണ് ഗൗതം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയണേ. അങ്ങനെ പാറു അത് വായിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വസുന്ധര അതങ്ങ് വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ഏട്ടത്തി വായിക്കേണ്ട, ഇത് നിധി തന്നെ വായിക്കട്ടെ, നിധിയാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിധിയുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് വസുന്ധര അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നിധി അത് വായിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വസുന്ധര നിധിയെ നോക്കുന്നുണ്ട്. കണ്ടോടി, എൻ്റെ പയ്യൻ, ഞാൻ വളർത്തുന്ന എൻ്റെ പയ്യൻ, എന്നെക്കുറിച്ച് തന്നെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക, നീ തന്നെ അത് വായിക്കണം, അപ്പോഴാണ് നിനക്കത് മനസ്സിലേക്കൊരു നോവായി കിടക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വസുന്ധര നിധിയോട് അങ്ങനെ പറയുന്നത്. അങ്ങനെ നിധി ആ മാഗസിൻ തുറന്ന് അത് വായിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗൗതമിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗൗതം പറയുകയാണ്, തീർച്ചയായും എൻ്റെ ഭാര്യ നിധിയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നിധി വരുന്നതിൻ്റെ മുന്നേ, എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ വെറും ബിസിനസ് ലാഭം നോക്കുന്ന ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അതിനെല്ലാം കാരണക്കാരി എൻ്റെ നിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നിധിയെക്കുറിച്ചുള്ള നല്ല വാക്കുകളാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ്. വസുന്ധര പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് അതിൽ ഗൗതം പറഞ്ഞിട്ടുണ്ടാവുക. അത് കേൾക്കുന്ന സമയത്ത് വസുന്ധര ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പാറുവും ഗോപിനാഥും യാമിനിയും പ്രണവൊക്കെ ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ വീണ്ടും നിധി അത് വായിക്കുകയാണ്. നിധിയെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ലാഭം നോക്കുന്ന വെറും ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നു. നിധി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ജീവിതം വെറും ലാഭനഷ്ട കണക്ക് മാത്രമല്ല, അതിലും മേലെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിധി ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. നിധി എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം നിധിക്ക് ആഡംബരമായി ജീവിക്കാമായിരുന്നു, പക്ഷെ അവൾ അതൊന്നും ചെയ്തില്ല. എൻ്റെ കയ്യിലുള്ള കാശോ പദവിയോ ഒന്നും തന്നെ നോക്കാതെ നിധി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് നിധിയുടെ മനസ്സിൽ. അതിനുവേണ്ടി നിധി പോകുന്നത് 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ടീച്ചർ ജോലിക്കാണ്. ഫീസ് അടക്കാൻ കഴിയാതെ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടികളുടെ ഫീസ് മൊത്തത്തിൽ അടക്കുമായിരുന്നു. പക്ഷേ നിധി അതൊന്നും ചെയ്യാതെ റോഡിലൂടെ പോകുന്ന എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും കുട്ടികൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ നിധിയുടെ ഗുണങ്ങൾ. അത്രയ്ക്ക് വലിയ മനസ്സുള്ള നന്മയുള്ള ഉടമയാണ് എൻ്റെ നിധി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിധിയിൽ ഇഷ്ടപ്പെടുന്ന കാര്യം. അങ്ങനെ നിധിയെക്കുറിച്ച് വാതോരാതെ നിറയെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന വസുന്ധരയ്ക്ക് ഇങ്ങനെ കലിപ്പ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധര ദേഷ്യത്തോട് കൂടിയിട്ടാണ് നിധിയെ നോക്കുന്നത്. എന്നിട്ട് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തുന്ന എൻ്റെ ഗൗതം ഇപ്പോൾ എല്ലാ ദിവസവും പോകെ അവൾ നിധിയെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നൊക്കെ വസുന്ധര ദേഷ്യത്തോടു കൂടി മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. അപ്പോൾ ഗൗതമിനോട് ചോദിക്കുകയാണ്, ഈ വർഷവും നിങ്ങൾക്ക് ബെസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുകയാണ്, അങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെയാണ്. അത് മാത്രമല്ല, നിധി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തേടി എല്ലാ പ്രശംസകളും എല്ലാ അവാർഡുകളും എത്തുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഇനിയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും എൻ്റെ നിധി എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം തന്നെ എൻ്റെ നിധി തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ നിധിയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ
എല്ലാത്തിലും ഉയർന്ന് എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായി നിൽക്കുന്നു. അങ്ങനെ നിധിയെക്കുറിച്ച് വാ തോരാതെ ഗൗതം ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയ്ക്ക് ക്ഷമ അങ്ങ് നശിച്ചു പോവുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ഗൗതം വരുന്നത്. എന്നിട്ട് ഗൗതം ചോദിക്കാൻ എന്തായി, എല്ലാ കാര്യങ്ങളും വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും യാമിനി വന്നിട്ട് ഇങ്ങനെ ഗൗതമിനെ ഒരു കൈയൊക്കെ കൊടുക്കുക, അടിപൊളിയായിട്ടുണ്ട്, ഏട്ടൻ്റെ ഇൻ്റർവ്യൂ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം അക്കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗോപിനാഥ് പറയുകയാണ്, ഇത്തവണയും നിനക്ക് തന്നെ നല്ല ബിസിനസ്മാനുള്ള അവാർഡ് കിട്ടും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വസുന്ധര പറയാം, ആ കിട്ടിയത് തന്നെ കാത്തിരുന്നോ, ഇതോടുകൂടി എല്ലാം നശിച്ചു. ഇപ്പോൾ റോഡിൽ തെരുവിൽ നിന്നും പിച്ച് തെണ്ടിയതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഇനി ഗൗതമിന് ഒരിക്കലും ഒരു ബിസിനസ്മാൻ അവാർഡ് കിട്ടുകയില്ല, കണ്ടോ എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്താണ് അപ്പോൾ ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. എന്നിട്ട് ഗൗതമിന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഇത്തവണയും ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു വാർത്ത തന്നെയായിരിക്കും കേട്ടോ. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബിസിനസ്മാൻ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനുള്ള അർഹത കിട്ടിയത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പോലും നോക്കാതെ കുഞ്ഞുങ്ങളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തില്ലേ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർഹനാക്കിയത്. ആ ഒരു കാര്യം നിങ്ങളോട് എടുത്തിട്ട് പറയേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ കുറിച്ച് അക്കാര്യം എടുത്തിട്ട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ്. വസുന്ധര പ്രതീക്ഷിച്ചത് റോഡിൽ തെരുവിൽ നിന്ന് ഗൗതം പിച്ച് തെണ്ടുന്നത് കണ്ടാൽ ഒരിക്കലും ഗൗതമിന് ഇനിയൊരു ബിസിനസ്മാൻ അവാർഡ് ലഭിക്കില്ല എന്നാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചതോടുകൂടി വസുന്ധര ആകെ ഷോക്കായി നിന്ന് പോവുകയാണ്. അങ്ങനെ ഇത്തവണയും ഗൗതമിന് തന്നെ അവാർഡ് ലഭിച്ചു എന്ന് കേട്ടതോടുകൂടി പ്രണവിനും യാമിനിക്കും പാറുവിനും ഗോപിനാഥനൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. നിധിക്കും വസുന്ധര മാത്രം ആകെ ഷോക്കായി നിന്ന് പോവുകയാണ്. ഈ സന്തോഷ വാർത്ത കേട്ടതോടുകൂടി പാറു പെട്ടെന്ന് പോയിട്ട് സ്വീറ്റ്സ് എടുത്തു കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നിധിയും അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി പറയുകയാണ്, അമ്മക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് വസുന്ധരയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഗൗതം വസുന്ധരയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ മനസ്സോടെ അതങ്ങ് വാങ്ങിയിട്ട് അത് പോവാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഗൗതം പറയുകയാണ്, ഇനിയെങ്കിലും അമ്മ നിധിയുടെ മേലുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറ്റി, ഇത് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കണം, നിധിയുടെ മേലിൽ അമ്മയ്ക്കുള്ള വിരോധം മാറ്റിവെക്കണം, എന്നിട്ട് നിധി എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അമ്മയും നിധിയെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് വസുന്ധര ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നിധിയെയും കൂട്ടി ഗൗതം റൂമിലേക്ക് പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വസുന്ധര മാത്രം ഹാളിൽ തനിച്ചാവുകയാണ്. അപ്പോൾ ഗൗതം കൊടുത്ത ആ ലഡു അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് വസുന്ധര അങ്ങ് ഞെരടി പൊട്ടിച്ച് കളയുകയാണ് കേട്ടോ. എന്നിട്ട് നിധിയെക്കുറിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എടി നിധി, നീ കാരണമാണ് എൻ്റെ ഗൗതം ഇപ്പോൾ നിനക്ക് വേണ്ടി എന്നോട് സംസാരിച്ചത്. ഇത്രയും കാലം ഞാൻ സംസാരിക്കുന്നത് കേട്ടോണ്ട് നടന്നിരുന്ന ഗൗതം ഇപ്പോൾ നിന്റെ വാക്കും കേട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ നിന്നെ വളരാൻ വിട്ടാൽ എൻ്റെ ജീവിതത്തിൽ അത് ദോഷം തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് നിന്നെ ഞാൻ വളരാൻ വിടുകയില്ലടി, നിന്നെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് വസുന്ധര ദേഷ്യത്തോടുകൂടി പകയോടുകൂടി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. റൂമിലെത്തിയ ശേഷം ഗൗതമിനോട് നിധി നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നീ എന്നോട് നന്ദി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് വേണ്ടിയിട്ട് വസുന്ധര മേഡത്തിനോട് സംസാരിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, ആര് ഭാഗത്താണോ തെറ്റുള്ളത് ആ തെറ്റ് തിരുത്തേണ്ടത് എൻ്റെ കൂടി ആവശ്യമല്ലേ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം മാറണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അമ്മയോട് അത് സംസാരിച്ചത്. അപ്പോൾ നിധി പറയുകയാണ്, ഒരിക്കലും വസുന്ധര മേഡത്തിന് എന്നോടുള്ള ദേഷ്യം മാറുകയില്ല, ഇപ്പോഴും വസുന്ധര മേഡം ചിന്തിക്കുന്നുണ്ടാവുക എന്നെ എങ്ങനെ തകർക്കണം, എന്നെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് തന്നെയായിരിക്കും ഗൗതം എന്ന് പറയുമ്പോൾ, അതൊന്നുമില്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ്, ഇപ്പോൾ നീ അത് വിട്ടേക്ക്, എനിക്കിന്ന് നല്ല ബിസിനസ്മാൻ്റെ അവാർഡ് ലഭിച്ചതല്ലേ, അതിനെല്ലാം കാരണം നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ, അത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ അക്കാര്യം ചെയ്തതുകൊണ്ട് ഗൗതമിൻ്റെ അമ്മ വസുന്ധര മേഡത്തിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അതൊന്നും നീ നോക്കണ്ട, അമ്മയുടെ മനസ്സിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്, അതൊക്കെ വൈകാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിൽ നിന്ന് മാറിക്കോളും ഗൗതം പറയുകയാണ്. അങ്ങനെ ഗൗതം ചോദിക്കുകയാണ്, അല്ല എനിക്ക് നിൻ്റെ വക ഒരു സമ്മാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും എൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുക, എന്താണ് എങ്കിൽ ഒന്ന് തന്നേക്ക് ഇപ്പോൾ തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം വിചാരിക്കുന്നത് നിധി ഒരു ഉമ്മ കൊടുക്കും എന്നായിരിക്കും, പക്ഷേ നിധി കഥകങ്ങ് കുറ്റിയിടുമ്പോൾ, എന്താ കഥകൊക്കെ കുറ്റിയിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ മനസ്സിലിരിപ്പ് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഗൗതം ആദ്യം കണ്ണടച്ച് നിൽക്കുക എന്ന് നിധി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ കണ്ണങ്ങ് കെട്ടിവെക്കുകയാണ് നിധി. എന്നിട്ട് നിധി കണ്ണ് കെട്ടുന്ന സമയത്ത് ഗൗതം ചോദിക്കുക, എന്തിനാണ് എൻ്റെ കണ്ണ് കെട്ടുന്നത്, അതൊക്കെയുണ്ട്, ഒരു സർപ്രൈസ് തരാനാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ കണ്ണ് കെട്ടിയ ശേഷം നിധി ആൺവേഷത്തിൽ വരികയാണ്. അങ്ങനെ പെട്ടെന്ന് ഗൗതം
കണ്ണ് തുറന്ന സമയത്ത് നിധിയെ കാണുമ്പോൾ ഗൗതം ആകെ ഞെട്ടിപ്പോവുകയാണ്. നിധി, നിനക്ക് ഈ വേഷവും നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ അടുത്തേക്ക് നിധി ആൺവേഷത്തിൽ കയ്യിലൊരു മുല്ലപ്പൂവൊക്കെ അങ്ങ് കെട്ടിയിട്ട ശേഷം വരികയാണ് കേട്ടോ. എന്നിട്ട് ആണിൻ്റെ പോലെ അങ്ങ് പെരുമാറുകയാണ്. അങ്ങനെ ഗൗതം അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗൗതം പറയുകയാണ്, ഈ വേഷം നിനക്കല്ല ചേരുന്നത് എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലുള്ള ആ പൂമാല അങ്ങ് തിരിച്ചു വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം നിധിയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും തമ്മിലുള്ള പിന്നീടുള്ള റൊമാൻസുകളാണ് വരുന്നത്.